ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആതിര. എൻ്റെ സൗണ്ടൊക്കെ പോയേക്കുവാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഹൗസ് വാമിംഗ് വീഡിയോ ആണ്. ഡിസംബർ 12-നായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷന് ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം കുറച്ചും കൂടി പണി ബാക്കിയുണ്ടായിരുന്നു. സോ പിന്നീട് ഒരു ഗ്രാൻഡ് ഫംഗ്ഷനായിട്ട് എല്ലാവരും വിളിച്ച് നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ 8:30 ആ റേഞ്ചിനൊക്കെയാണ് പാല് കാച്ചിയത്. അപ്പോൾ ചേച്ചി അടുപ്പെല്ലാം റെഡിയാക്കി പാല് കാച്ചാൻ വേണ്ടിയിട്ട് കലത്തിലൊക്കെ വെച്ചു. ഇപ്പം ഞാൻ കാണിക്കുന്നതാണ് കിച്ചൺ. എല്ലാം ഒന്ന് മെസ്സപ്പായി കിടക്കുകയാണ്. കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാലെല്ലാം തിളച്ച് വന്നായിരുന്നു. പിന്നെ അതിലേക്ക് അരിയും പഞ്ചസാര അങ്ങനത്തെയൊക്കെ ചേച്ചി അവരെന്തോ പറഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീട് കാണാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പം കാണുന്നതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇതാണ് ഒരു കംപ്ലീറ്റ് ലുക്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് സ്റ്റെയർസ് ഉള്ളത്. ഇത് ഒരു വാഷിംഗ് ഏരിയ, ഡൈനിങ് ഹാളിൻ്റെ ഒരു വാഷിംഗ് ഏരിയ ആണ്. താഴെ 2 ബെഡ്റൂമും മേളിൽ 3 ബെഡ്റൂമുമാണ് ഉണ്ടായിരുന്നത്. താഴത്തെ 2 ബെഡ്റൂമിൽ പൂജയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് റൂം. പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോളാണ്. പിന്നെ ഇവിടെ ഒരു സെപ്പറേഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു, വുഡൻ വർക്കിൻ്റെ സെപ്പറേഷൻ. അപ്പം ഇതൊക്കെ ചേച്ചിയുടെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നോക്കുമ്പോഴുള്ളൊരു വ്യൂ. അതിലെ കുറച്ച് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് ദൂരെ നിന്ന് പോയിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോ. അപ്പം നിധിക്കുട്ടൻ അവിടുത്തെ പൂവെല്ലാം എടുത്ത് നടക്കുന്നതാണ്. വീടിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഇവിടെയൊക്കെ വീട് വരുമ്പം വില്ല പോലെ തോന്നും. അപ്പം ചേച്ചി ഇത് നിധിക്കുട്ടനെ ചേച്ചിയുടെ റിലേറ്റീവ്സിനൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ മേളിലോട്ട്, സ്റ്റെയർസ് സെൻസറാണ് കേട്ടോ. നമ്മൾ ഒരു കാല് വയ്ക്കുമ്പോൾ ബാക്കി എല്ലാ സ്റ്റെപ്സിലും ലൈറ്റൊക്കെ കത്തും. അങ്ങനെ മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് കാണുന്ന ആ ഹോളാണ്, മേളിലത്തെ ഹോളാണിത് ഈ കാണുന്നത്. അപ്പം ഇതാണ് വേറൊരു ആംഗിളിൽ നിന്ന് എടുക്കുമ്പം ഒരു ബെഡ്റൂം ഈ കാണുന്നതാണ്. പിന്നെ അടുത്ത ബെഡ്റൂം ഇത്. എല്ലായിടത്തും ഫാനൊക്കെ വെക്കാനായിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ വ്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് വീട് വന്നാൽ നല്ല രസമായിരിക്കും. പിന്നെ നെക്സ്റ്റ് വാഷ്റൂം. ഞാൻ പോയി എല്ലാ വാഷ്റൂമൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയില്ല, ജസ്റ്റ് ഒരെണ്ണം മാത്രം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തെല്ലാം നോക്കി. ബിക്കോസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കുമല്ലോ. പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ അടുത്ത റൂമിലോട്ടാണ് പോയത്. ഇതാണ് അടുത്ത റൂമും. ഒരു വാളിൽ ഡിഫറെൻറ്റ് കളറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെയിൻറ്റ്. അപ്പോൾ ആ റൂമിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. അപ്പം ഇത് രണ്ടാമത്തെ ബെഡ്റൂം. അവിടെ നിന്ന് നോക്കുമ്പോഴും എല്ലാം ആ പുറത്ത് ആ വ്യൂ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബാൽക്കണിയുടെ വ്യൂ ആണ്. അവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു പില്ലർ പോലെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലായിട്ട് ടെറാക്കോട്ട വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ആ ഫുൾ മേളിൽ നിന്ന് ആ ഒരു മലയൊക്കെ കുഞ്ഞായിട്ട് കാണാനൊക്കെ പറ്റും, നമ്മളിവിടെ മേളിൽ രാവിലെയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ. നിധിക്കുട്ട അവിടെ തൂക്കിയിട്ടേക്കുന്ന പൂവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ കറങ്ങി തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടെറാക്കോട്ട വർക്ക്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ മേളിലൊക്കെ സ്പെൻഡ് ചെയ്തു. ഫോട്ടോസൊക്കെ എടുത്തു. ക്യാമറാമാൻ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ താഴത്തെ വേറൊരു റൂം ഇതാണ് കേട്ടോ. അവിടെയും പൂജ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഈ പൂവൊക്കെ ഇവിടെ കാണുന്നത്. പിന്നെ ഹോളിലായിട്ടൊരു പാറ്റിയോ ഏരിയയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് മെയിൻ ഡോറിൽ കൂടെ അല്ലാതെയും ഇവിടെ 2 സെപ്പറേറ്റ് ഡോറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ ഇതായിരുന്നു ഹൗസ് വാമിംഗ് ഡേ ഫംഗ്ഷൻ. പിന്നെ അല്ലാതെ എല്ലാവരെയും വിളിച്ചിട്ടുള്ള ഫംഗ്ഷൻ നടത്തിയിരുന്നത് 22nd സൺഡേ ആയിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ഇതാണ് ചേച്ചിയും ചേട്ടനും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ. വീണ്ടും ഒരു ഫാമിലി ഫോട്ടോ. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ആയിട്ടുള്ളൊരു ഫോട്ടോ. പിന്നെ ഇത് ചേച്ചിയുടെ അമ്മയും അച്ഛനും. പിന്നെ അടുത്തത് ചേച്ചിയുടെ കസിൻ്റെ മോളും നിധിക്കുട്ടനും. പിന്നെ അവരുമായിട്ടുള്ളൊരു ഫോട്ടോ. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ. വീണ്ടും ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ. പിന്നെ എൻ്റെ ഒരു സിംഗിൾ പിക്ക്. എല്ലാവരെയും വിളിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ സൺഡേ ആണ് നടത്തിയിരുന്നത്. അതിൻ്റെ അന്ന് വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം ഇതാണ് ചേച്ചിയുടെ മോൻ. ഇവരെ രണ്ടുപേരെ അന്ന് നോക്കേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു. സോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഞാൻ അന്നത്തെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഇതായിരുന്നു ചേച്ചിയുടെയും ചേട്ടൻ്റെ അന്നത്തെ ലുക്ക്. പിന്നെ ഇത് ഏട്ടൻ്റെ ചേച്ചിയും മക്കളും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് വാങ്ങിയത്. ചേച്ചിയും ഞാനും കൂടെ ആയിട്ടുള്ളൊരു ഫോട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നൈറ്റ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.